എൻ്റെ പുസ്തകത്തിലൊരു വാചകമുണ്ട്. ഈ പുസ്തകം പുറത്തിറങ്ങിയാൽ എന്നെ പാർട്ടിയിൽ നിന്ന് ചിലപ്പോൾ പുറത്താക്കിയേക്കാം എന്ന വാചകമാണ് ഞാൻ എൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഈ പാർട്ടിക്കകത്ത് 50 വർഷമായി പ്രവർത്തിക്കുന്ന എനിക്ക് ഈ പാർട്ടിയെക്കുറിച്ച് നന്നായി അറിയാലോ. അപ്പം അതുകൊണ്ട് ഞാനിത് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ പുറത്താക്കിയാലും ഈ പാർട്ടിക്കകത്ത് നടക്കുന്ന ഈ അപജയങ്ങളെ തുറന്നെതിർക്കാതെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന അവസ്ഥയിലാണ് ഞാനിത് ജനങ്ങളുടെ മുമ്പാകെ പറയാൻ നിർബന്ധിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് പാർട്ടിയുടെ നടപടിയുമായി മുന്നോട്ട് പോകട്ടെ. ഇത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല. ഇപ്പോൾ ഒരാഴ്ച മുമ്പ് പയ്യന്നൂരിൽ ഈ കാര്യം വിശദീകരിക്കാൻ, എടുക്കുന്ന നടപടി വിശദീകരിക്കാൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെയും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെയും ബ്രാഞ്ച് സെക്രട്ടറിമാരുടെയും യോഗം 27-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് പയ്യന്നൂർ കൂർമ്പ ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചേർക്കാൻ പാർട്ടി ഒരാഴ്ച മുമ്പേ തീരുമാനിച്ചിട്ടുണ്ട്. ആ യോഗം പയ്യന്നൂർ ഏരിയയിൽ മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ഒരാഴ്ച മുമ്പ് എന്നെ കാണാൻ ജില്ലാ സെക്രട്ടറി വന്നപ്പോൾ ഞാൻ ഈ പുസ്തകം എഴുതുന്ന കാര്യം ജില്ലാ സെക്രട്ടറിയോട് പറയുകയും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ജില്ലാ സെക്രട്ടറിയെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അയാളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് ഇതൊരു ബോംബാണ്, ഇത് നിങ്ങൾ പ്രസിദ്ധീകരിക്കരുത് എന്നതാണ്. ഞാൻ പറഞ്ഞു ഇത് വൈകിപ്പോയി. കാരണം 5 വർഷമായി ഞാനിത് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ മേൽ ഇപ്പോഴും നിലപാടില്ല. പ്രസിദ്ധീകരിക്കരുത് എന്ന് മാത്രമേ നിങ്ങൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഈ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവരുടെ യോഗം വിളിച്ചിട്ട് ഒരാഴ്ചയിലധികമായി. 26-ന് പാർട്ടി ജില്ലാ കമ്മിറ്റിയും 27-ന് പയ്യന്നൂരിൽ ഈ പ്രവർത്തക യോഗവും തീരുമാനിച്ചിട്ട് കുറച്ചു കാലമായി. പാർട്ടി ഇത്തരമൊരു ഗൗരവമായ ആലോചന നടത്തുന്നില്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രവർത്തക യോഗം വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇത് ഇന്നത്തെ സെക്രട്ടേറിയറ്റോ നാളത്തെ ജില്ലാ കമ്മിറ്റിയോ ആലോചിച്ച് തീരുമാനിക്കുന്ന ഒരു കാര്യം മാത്രമല്ല, നേരത്തെ തന്നെ ഇതിൻ്റെ ആലോചനകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് 27-ാം തീയതി പയ്യന്നൂരിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ പ്രവർത്തക യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് എന്ന് ഞാൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ യോഗത്തിൻ്റെ വിവരം എൻ്റെ വാട്സപ്പിൽ നേരത്തെ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ ഒരു കാര്യമായി ഞാൻ കാണുന്നേ ഇല്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തീരുമാനമായും ഞാൻ കാണുന്നില്ല. കാരണം പാർട്ടിക്ക് പാർട്ടിയുടേതായ തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം നടന്നു എന്നുള്ളത് കൊണ്ടാണ് അത് പാർട്ടി സംഘടനാ രീതി അനുസരിച്ച് പാർട്ടിക്കകത്തുന്നയിക്കാൻ സന്നദ്ധമായത്. പാർട്ടിക്കകത്തുന്നയിച്ച് ഒരു പ്രയോജനവുമില്ല എന്ന് ബോധ്യപ്പെട്ട ഘട്ടത്തിലാണ് ജനങ്ങളോട് തുറന്നു പറയാൻ സന്നദ്ധമായത് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതല്ലേ പറഞ്ഞത്. 5 വർഷമായി ഇതിൻ്റെ മേലെ നീതി ലഭിച്ചില്ല എന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിന് പിന്നെ വളച്ചുകെട്ടൊന്നുമില്ല. പരിശോധിച്ച് നടപടിയെടുത്ത സംഭവത്തിൽ വീണ്ടും ആരോപണം ഉന്നയിച്ചത് തെറ്റാണ് എന്നാണ് ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. ഈ നടപടിയെടുത്ത് വിശദീകരിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ആ വിശദീകരിക്കുന്ന അതേ യോഗത്തിൽ ഈ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നില്ല, ഇത് സത്യസന്ധമായ ഒരു കാര്യമല്ല എന്ന് പറയുകയും ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എന്ന തീരുമാനം അവിടെ പാർട്ടിയെ ഞാൻ അറിയിച്ചതുമാണ്. അന്ന് തന്നെ പിറ്റേ ദിവസം മുതൽ ഞാൻ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് മാറിയിരുന്നു. 8 മാസക്കാലം
ഞാൻ ഒരു പാർട്ടി പ്രവർത്തനത്തിലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത് പുതുതായി ഉന്നയിക്കുന്ന ഒരു വിഷയമേ അല്ല. ഒരിക്കൽ തീരുമാനിച്ച് വിശദീകരിച്ചു എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നിലപാട് പറയുന്നതാണ്. പക്ഷേ ആ തീരുമാനം സത്യസന്ധമായിരിക്കണ്ടേ, വസ്തുതയുടെ അടിസ്ഥാനത്തിലായിരിക്കണ്ടേ. അതല്ല എന്നുള്ളതാണ് അന്നും ഇന്നും എൻ്റെ ബോധ്യം. തുടർന്ന് മുന്നോട്ടുള്ള പോക്ക് ഇനി എങ്ങനെയായിരിക്കും? അല്ല, അതെങ്ങനെയാണെന്നത് കാലം തീരുമാനിക്കും. അതിൽ ഞാൻ പറഞ്ഞു, ഈ പാർട്ടി ഒഴികെ മറ്റൊരു പാർട്ടിയിലേക്കും പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ജില്ലാ സെക്രട്ടറി ഉദ്ദേശിച്ച ആ ബോംബ് എന്ന് പുറത്തിറങ്ങണം? അത് മിക്കവാറും ഈ മാസം 29-ാം തീയതി പ്രസിദ്ധീകരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്, പുറത്തിറക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ കാര്യങ്ങളുണ്ടോ? ഉണ്ട്. 100 പേജുള്ള ഒരു പുസ്തകമാണ്. 100 പേജുള്ള ഒരു പുസ്തകമാണ്. അതിൽ ഇത് കുറച്ചുകൂടി വിശദീകരിച്ചുകൊണ്ടുള്ള ഇതിൻ്റെ എല്ലാ കണക്കുകളും കൃത്യമായി കൊടുത്തിട്ടുള്ള ഒരു പുസ്തകമാണ്. കൂടുതൽ വെളിപ്പെടുത്തലുകളുണ്ടാവുമോ? കൂടുതൽ അതിൽ കുറച്ചുകൂടി ഇതിനേക്കാളും. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ്. CPM-നെ സംബന്ധിച്ച് ഇത് പയ്യന്നൂരിൽ മാത്രമായിരിക്കില്ല, സംസ്ഥാന തലത്തിൽ തന്നെ വലിയ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിൽ ഈ തുറന്നു പറച്ചിൽ ഇപ്പോഴൊരു അനിവാര്യത തന്നെയായിരുന്നു, ഇനി മറ്റൊരു സമയമില്ല എന്ന് തന്നെയാണ് താങ്കൾ ഇപ്പോഴും ചിന്തിക്കുന്നത്? കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നുള്ളത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാണ്ടേ. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പാണ് എന്നെ ഇതിന് പ്രേരിപ്പിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലേത് ചിലപ്പോൾ ബംഗാളാകാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല. ബംഗാളിലൊരു പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. കേരളത്തിലാകെ അസംതൃപ്ത വിഭാഗങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഇന്നതൊരു പൊട്ടിത്തെറിയിലേക്ക് മാറിയിട്ടില്ല എന്നേ ഉള്ളൂ. ആ പൊട്ടിത്തെറിയുടെ ഘട്ടത്തിലെത്തിയാൽ കേരളവും ഒരു ബംഗാളാകും എന്ന കാര്യത്തിലൊരു തർക്കമില്ല. ബംഗാളിൽ തിരിച്ചു വരാൻ കഴിഞ്ഞില്ലല്ലോ. വോട്ടിംഗ് ശതമാനം 2 അക്കത്തിൽ താഴെയാണല്ലോ, 1 അക്കാണല്ലോ ബംഗാളിലെ വോട്ടിംഗ് ശതമാനം. കേരളത്തിലെ പാർട്ടി അങ്ങനെ ആകാൻ പാടില്ല എന്ന ആഗ്രഹത്തിൻ്റെ മേലെയാണ് ഇത്തരം നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും സംസ്ഥാന നേതൃത്വം കൂടി അറിഞ്ഞുള്ള ഒരു തീരുമാനമായിരിക്കുമല്ലോ ഇത്. അപ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. സംസ്ഥാന നേതൃത്വം കൂടി അറിഞ്ഞുകൊണ്ടുള്ള തീരുമാനമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനി എന്ത് എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, അത് കാലം തെളിയിക്കും എന്നത് മാത്രമേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കും. കെ രാഗേഷിനോട് അങ്ങ് പുസ്തകത്തിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി. ഒരാഴ്ച മുമ്പ് ആ സമയത്ത് അദ്ദേഹം താങ്കളോട് ഏതെങ്കിലും രീതിക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം, സമവായത്തിലെത്താമെന്ന് ഒന്നുമില്ല. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ പുസ്തകത്തിന് അകത്തെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വത്തിന് നേരത്തെ തന്നെ ആശങ്കയുണ്ടായിരുന്നു എന്നതാണ് അതിലൂടെ മനസ്സിലാക്കുന്നത്, അങ്ങല്ലേ? അതെനിക്കറിയില്ല. അത് ആ സൂചന ഉണ്ടായത് കൊണ്ടായിരിക്കണമല്ലോ ജില്ലാ സെക്രട്ടറി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്. ആയിരിക്കും. അയില്ലേ, പാർട്ടിയെ തകർത്തുകൊണ്ട് തിരുത്തുക എന്നാണ് MP ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ നിലപാടിലേക്കാണ് താങ്കൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് നേരത്തെ. ഈ പുസ്തകത്തിൽ ഞാൻ പറയുന്നൊരു കാര്യം, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ എതിരാളികൾ എത്ര ശ്രമിച്ചാലും നടക്കില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ ഇതിനകത്തുള്ളവർക്കേ സാധിക്കൂ. ആ നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന നിലപാടല്ല എല്ലാ കാലത്തും സ്വീകരിച്ചത്. ഇന്നിപ്പോൾ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയും ചൂണ്ടിക്കാട്ടിയവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പാർട്ടി തകരുക എന്ന് പറയുന്നത് അത് സ്വയം ഈ പാർട്ടിക്കകത്തെ നേതൃത്വം ഉണ്ടാക്കുന്ന അവരുടെ നിലപാടിൻ്റെ ഭാഗമായി വളർന്നു വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് തിരുത്തിക്കാൻ പറ്റുമെന്നുള്ള ശ്രമമാണ് നടത്തിയത്. പയ്യന്നൂർ മണ്ഡലത്തിൽ വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഈ തുറന്നു പറച്ചിലിന് ശേഷം വളരെ സജീവമാണ്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കാം? ഞാൻ അതിന് മറുപടി നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നേ വരെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല, നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പോലും. ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാനൊട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നില്ല. ഇതുവരെ ആഗ്രഹിക്കാത്ത ഒരാളാണ്, ഇനിയൊട്ട് ആഗ്രഹിക്കുന്നുമില്ല. എൻ്റെ ജീവിതകാലത്തിനിടയിൽ
ഇപ്പം മാത്രമല്ല, എൻ്റെ ജീവിതകാലത്തിനിടയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. പാർട്ടി TA മധുസൂദനെ വീണ്ടും പയ്യന്നൂരിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചാലോ? അത് പാർട്ടിയുടെ തീരുമാനം. അദ്ദേഹത്തിനെതിരെ മത്സരിക്കും ഇല്ലെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കില്ല. ഈ പാർട്ടി വിട്ടുപോകും, മറ്റൊരു പാർട്ടിയിലേക്ക് പോവുകയും ചെയ്യില്ല. ഈ പോരാട്ടം എങ്ങനെ തുടരാനാണ്? അത് നോക്കാം. ഇത്രകാലം പാർട്ടിക്ക് അകത്തുനിന്ന് പോരാടി, ഇനിയിപ്പോ പാർട്ടിക്ക് പുറത്തുനിന്ന് പോരാടും. നിയമപരമായി മുന്നോട്ട് പോകും. താങ്കളുടെ നിയമപരമായി മുന്നോട്ട് പോകുന്നില്ല. ഒരു പാർട്ടി പ്രശ്നം നിയമപരമായി കൈകാര്യം ചെയ്യേണ്ടതോ തീർക്കേണ്ടതോ ആയ വിഷയമല്ല. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ ഞാനത് പറഞ്ഞിരുന്നു. നിയമപരമായി പരിഹാരം കാണേണ്ടുന്ന ഒന്നല്ല.